അടുത്ത കാലത്തായി കത്തോലിക്ക ധ്യാന കേന്ദ്രങ്ങളിൽ വ്യക്തിപരമായി ചിലർ പ്രധാനമായും കൊടുക്കുന്ന ഉപദേശമാണ് ഇന്ന വചനം 1000 പ്രാവശ്യം എഴുതുക. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് എഴുതാനായി കൊടുത്തത് സങ്കീർത്തനം 127:3 ആണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു കാര്യമായി ഇതിനെ കണക്കാക്കിയാൽ മതി. വചനം വായിക്കുന്നതും എഴുതുന്നതും കേൾക്കുന്നതും നല്ലതാണ്. അതിനാൽ ഈ ഉപദേശത്തെ തള്ളിപ്പറയാൻ എനിക്ക് സാധ്യമല്ലല്ലോ. ഈ ഉപദേശം കൊടുക്കുന്നവർക്കും അത് കേട്ട് എഴുതുന്നവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ക്രിസ്തീയ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുക. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളായ കൂദാശകളുടെയും കൂദാശ അനുകരണങ്ങളുടെയും കാര്യത്തിൽ കർമ്മവും വാക്കുകളും ഉടൻ ഫലദായകമാണ്, പ്രത്യേകിച്ച് കൂദാശകളുടെ കാര്യത്തിൽ എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുക. ഉദാഹരണം, വിശുദ്ധ കുർബാനയിലെ ഓസ്തി യേശുവിൻ്റെ കൗദാശിക ശരീരമായി മാറുന്നു. 2. മറ്റെല്ലാ പ്രാർത്ഥനകളിലും ഉത്തരമെന്ത് നൽകണമെന്നും എപ്പോൾ നൽകണമെന്നും ദൈവമാണ് നിശ്ചയിക്കുക. 3. പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല യജമാനൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് യജമാനൻ. അതായത് ഫരിസേയൻ്റെ പ്രാർത്ഥനയിലെ മനോഭാവമല്ല നമുക്ക് വേണ്ടതെന്ന് യേശു പഠിപ്പിച്ചു. ഞാനിതെല്ലാം ചെയ്തു, ദൈവം ഇനി എന്നെ അനുഗ്രഹിക്കണം. ഈ മനോഭാവമല്ല നമുക്ക് വേണ്ടത്. ലൂക്ക 18:14. മൂന്നാമതായി, നാം എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചാലും നമുക്ക് ഇപ്പോഴും പിന്നീട് നന്മയ്ക്ക് കാരണമാകുമെങ്കിൽ മാത്രമേ ഒരു നല്ല വിശ്വാസിക്ക് അയാൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ട കാര്യം ദൈവം നൽകൂ. അതിനാൽ ജോബ്, പരിശുദ്ധ കന്യകാമറിയം, ഈശോ എന്നിവരുടെ ദൈവഹിതത്തിനായി വിട്ടുകൊടുക്കലാണ് പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം. 4. ദൈവത്തിൻ്റെ കരുണയാണ്, ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. റോമ 9:16. കരുണയുടെ ലക്ഷ്യം അനുതാപവും. റോമ 2:4. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധിയും വിശ്വാസവും അധ്വാനവുമല്ല പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം. ഇവ പ്രാർത്ഥനയിൽ ആവശ്യമാണെങ്കിലും അനുബന്ധമായി ചില കാര്യങ്ങൾ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 12:14. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10. യഹൂദരിൽ ചിലർ വചനമെഴുതി അവരുടെ നെറ്റിയിൽ ധരിക്കുമായിരുന്നു. അവരെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു സാധ്യതയായി യേശു പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവരാണ് അനുഗ്രഹീതർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21. നിങ്ങളുടെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. ഈശോ പറഞ്ഞതാണ് മത്തായി 10:38. നിങ്ങളുടെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു പ്രധാനമായി ഉദ്ദേശിച്ചത് പാപം ഉപേക്ഷിച്ച് ജീവിക്കാനായി ഒരാൾ ചെയ്യുന്ന ത്യാഗങ്ങളാണ്. പിന്നെ മറ്റുള്ളവരെ വിശുദ്ധിയിൽ വളർത്താനും പരോപകാരം ചെയ്യാനുമുള്ള ശ്രമങ്ങളും. വചനം ഉപയോഗിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. തനിക്ക് നീതി നടത്തിത്തരണമെന്ന് നീതി കിട്ടുന്നവരെ പ്രാർത്ഥിച്ച വിധവയെക്കുറിച്ച് യേശു പറഞ്ഞത് നമുക്ക് ഓർക്കാം. ലൂക്കായുടെ സുവിശേഷം 18:1-8. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഓർത്തുകൊണ്ട് വേണം എല്ലാവിധ നേർച്ചകളും നാം നിറവേറ്റാൻ. ഈശോ പഠിപ്പിച്ചു, പ്രാർത്ഥനയുടെ ശക്തി വാക്കുകളുടെ സമൃദ്ധിയിലല്ല, ദൈവത്തിൻ്റെ രാജ്യം വരണമേ, ദൈവത്തിൻ്റെ ഹിതം നിറവേറണമേ എന്ന ഹൃദയദാഹത്തിലാണ് കുടികൊള്ളുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-10 വാക്യങ്ങൾ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.